India loses 1,000 crores in tourism because Indians don't have civic sense. The same Indians who perfectly follow rules in Dubai throw garbage on Mumbai streets. What even is the difference? ശരിയായിട്ടുള്ള സംഭവമല്ലേ? ഈ സെയിം ഇന്ത്യക്കാർ തന്നെയാണ് നമ്മൾ ദുബായി പോയിട്ട് ബാക്കി എവിടെ പോയാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ക്ലീൻ ആയിട്ട് ജീവിക്കുന്നത്. പക്ഷെ ഇന്ത്യ വരുമ്പം എല്ലാ അമ്മമാരും ഇങ്ങനെ വൃത്തികേടാക്കും. Between these two places? Well, the standard answer is the fear of fines. But that's actually not it. You see, Indians follow rules even in American suburbs where there's no police, no cameras. So there's no fear of fines. So it's not about punishment. Here's the uncomfortable truth. Indians don't lack civic sense. They just selectively choose when to use it. In India, breaking rules gives you an advantage. Jump the red light, you save 2 minutes. Break the queue, you get served faster. Litter anywhere, so you don't have to walk around with a trash till you find a dustbin. But here's the economic damage that nobody talks about. Traffic violations cause accidents. Poor sanitation drives away tourists, and this costs up to 1,000 crores to the Indian economy. Everyone is trying to get ahead, and this is leaving the country behind. Singapore actually fixed this problem with a simple change. They made rule breaking more expensive than just following rules. 70,000 rupees fine for littering. But it seems like even if someone tried to do this in India, it would be called tax terrorism, and people would vote that government out. So we are actually stuck in a loop. We want clean cities, but we won't pay fines. We want smooth traffic, but we won't follow rules. Can India ever break this cycle? Let us know in the comments and follow FinShots for more. നമ്മുടെ ലോക്കൽ ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പാർട്ടി ഏതും ആയിക്കോട്ടെ, ഭരണത്തിൽ വന്നിരിക്കുന്ന എല്ലാ ചേട്ടന്മാര്, ചേച്ചിമാര്, അങ്കിൾമാര്, ആന്റിമാര് എല്ലാവരോടും, ചെയർപേഴ്സൺസ്, മേയർ, അവരോടൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്ന ഒരു കുഴപ്പമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടുകാരെ തന്നെ ഡെയിലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനെ ഇട്ടതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ കേസ് നമ്മൾ വിട്, നമ്മൾക്ക് തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞു എന്ന് വെക്കുക, ഒരു റീസൈക്കിൾ സെൻറ്റേഴ്സിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞു. സാധനം പയ്യെ കുറച്ച് നാൾ നമ്മുടെ മണ്ണിൽ കിടന്നു, കുറച്ച് നാൾ മണ്ണിലേക്ക് സാധനം അലിഞ്ഞു ചേരില്ല പ്ലാസ്റ്റിക് ഒരിക്കലും. അത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിക്കിൾ പയ്യെ ബ്രേക്ക് ഡൗൺ ആയി ചെറുതായി മാറി വരും. എന്നിട്ട് ഇത് നമ്മുടെ കിണറ്റിലേക്കും നമ്മുടെ പുഴയിലേക്കും നമ്മുടെ വാട്ടർ റിസോഴ്സിലേക്കും നമ്മുടെ മണ്ണിലേക്കും വരും. എന്നിട്ട് ഈ ബ്രേക്ക് ഡൗൺ ആയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ നമുക്ക് അസുഖങ്ങൾ മാറാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറേ പൈസ ചെലവഴിക്കുന്നു. കുറേ പേരുടെ കുടുംബം വരെ വഴിയാധാരമാകുന്നു. ആരാണ് ഇതിന് ഉണ്ടാക്കിയ പ്രൈമറി ആക്ഷൻസ് ആരുടെ ആയിരുന്നു? നമ്മുടെ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുവാണ് വേസ്റ്റ് കുറയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഓടകളിൽ പോയി നോക്കിയാലും അവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മോശം വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? നമ്മളാണ് ചെയ്യുന്നത്. ഇനി വലിയ വലിയ കമ്പനികളെ ആൾക്കാർ കുറ്റം പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ത കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തു, അവർ പൊല്യൂഷൻ ഉണ്ടാക്കി, അവർ ഇങ്ങോട്ട് ഡ്രെയിനേജ് തുറന്നു വിടുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, ഈ കമ്പനികൾ ഉണ്ടാക്കുന്ന സാധനം മേടിക്കുന്ന ആൾക്കാർ ആരാണ്? നമ്മളാണ്. അപ്പോൾ ആ കമ്പനി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന ഒരു സാധനത്തിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണത്. ഒന്നില്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ബ്രാൻഡ്സിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക. എന്തുമാത്രം എൻവയോൺമെൻറ്റിനെ ഒരു കമ്പനി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു ഭാഗത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരിക്കലും നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രകൃതിക്ക് ഒരു കോട്ടം തട്ടിയിട്ടാകരുത്. അതിനെ വിറ്റിട്ട് ഉള്ളൊരു ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ആർക്കും ആവശ്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പം നമ്മൾ തന്നെ നശിക്കും. ഓർത്ത് വെക്കുക, നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു പോയ ഒരു കുഴപ്പം. അങ്ങനെ ഒരു കുഴപ്പം നമ്മൾ പരിഹരിച്ചാണ്ടല്ലോ നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്ലെസ് ആയിരിക്കും. എപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ നാട്ടുകാർ ഒരുമിച്ച് നിൽക്കണം. പാർട്ടി പരിപാടി അതിനകത്തുള്ള തമ്മിത്തല്ലി സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെല്ലാവരും വിചാരിക്കണം, ഓക്കെ നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ തമ്മിത്തല്ലി ചത്തിട്ട് ഈ ജാതി മതം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തല്ലിയിട്ട് ഒരു കാര്യമില്ല. ആർക്കാണ് ഗുണം? എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നില്ല നമുക്ക്, എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമുക്ക്. പ്രകൃതിയെ ദുരുപയോഗം ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെയും അനുവദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് എന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് പലതും തിരിച്ചു കിട്ടിയെന്ന് വരില്ലേ. ഇവിടെ പ്യുവറായിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക്
വെള്ളം പോലെ തന്നെയാണ് വായുവും ലാൻഡും ഒക്കെ. അതിലേക്ക് എത്തിക്കാതിരിക്കുക, പ്രകൃതിക്ക് ഒരു വില കൊടുത്തുകൊണ്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കട്ടെ.